നമുക്ക് നല്ല കേട്ടുപരിചയമുള്ള ഒരു ഡിസ്കോസാണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൽ കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് ശരിക്കും ഒരു ക്യാരക്ടർ സ്കെച്ചിൽ പ്രധാനമായിട്ട് വരേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് എന്താ, നമ്മൾ ഏതെങ്കിലുമൊക്കെ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് കാണാതെ അങ്ങ് പഠിച്ചു പോകും, ഇതന്നെ വരും എന്നുള്ളത് പ്രതീക്ഷിക്കും. അപ്പോൾ നമ്മൾ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് വേറെ ആരുടെയെങ്കിലും ആയിരിക്കും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുക, നമ്മുടെ ആ മാർക്ക് പോകും. സോ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെയല്ലേ, ആ ചാപ്റ്ററിൽ തന്നെ നമുക്ക് അത്യാവശ്യം പോയിന്റുകൾ അറിയാമെന്നുണ്ടെങ്കിൽ തന്നെയല്ലേ നമുക്ക് ഈസി ആയിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ. ഇവിടെ നമ്മളോട് കഴിഞ്ഞ വർഷങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ ചൂണ്ടിയെടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് നോക്കിയേ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ, the Sarang of Rana Ganji, in the light of the statement, heroes are people who act selflessly and silently at the moment of crisis. ഈ പുള്ളിക്കാരൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഹസൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ദ സെറാങ് ഓഫ് റാണഗഞ്ചിയിലുള്ള അതിലുള്ളൊരു മെയിൻ ക്യാരക്ടറാണ് നമ്മുടെ ഹസൻ എന്ന് പറയുന്നത്. ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ചെറിയൊരു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുന്നുണ്ട്. ഹീറോസ് ആർ പീപ്പിൾ ഹൂ ആക്ട് സെൽഫ്ലെസ്ലി. സെൽഫിഷ് ആകുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് സെൽഫ്ലെസ് ആകുക എന്ന് പറയുന്നത്. അങ്ങനെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന ഒരാളായിരുന്നു ഹസൻ എന്ന് പറയുന്നത്. ആൻഡ് സൈലൻ്റ്ലി അറ്റ് ദ മൊമെൻറ്റ് ഓഫ് ക്രൈസിസ്, അല്ലേ, വളരെ നിശബ്ദമായിക്കൊണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ഹി വാസൻ എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ, അല്ലേ, അദ്ദേഹത്തിൻ്റെ ലൈഫിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളോടൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാരക്ടർ സ്കെച്ചിൽ എന്തൊക്കെ വേണമെന്നറിയോ? ഒന്നാമതായിട്ട് ആരാണ് ഈ ക്യാരക്ടർ എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഹസൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിലുള്ള സറാങ് ആണെന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇനി മൂപ്പരെ കാണാൻ എങ്ങനെയുണ്ടാകും, ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ മാത്രം എല്ലാവർക്കും അത്രയും എന്താ പറയുക, അത്രയും വിവിഡായിട്ടോ അല്ലെങ്കിൽ അത്രയും എക്സ്പ്ലെയിൻഡ് ആയിട്ട് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ഒന്നും പറയണമെന്നില്ല ചാപ്റ്ററിൽ. പറയുന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതിനുശേഷം അവരുടെ ഒരു പെരുമാറ്റം, അവരുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ ഒരു ജനറൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ സെൽഫ്ലെസ് ആവുക എന്ന് പറയുന്നത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമാണ്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ടത്. ഇതിനെ നമുക്ക് പേഴ്സണാലിറ്റി ട്രെയ്റ്റുകൾ എന്നും പറയാം. ഒരാളുടെ സ്വഭാവ വിശേഷങ്ങൾ. ഒരാൾ ധൈര്യശാലിയാണോ, ബ്രേവ് ആണോ, ഓർ അയാൾ എന്താ പറയുക, കറേജിയസ് ആയിട്ടുള്ളോ, ധൈര്യശാലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ അത്ര ധൈര്യം ഇല്ലാത്ത ഒരാളെ നമ്മൾ എങ്ങനെയാണ് പറയുക, എന്താ കവേർഡ് എന്നാണ് പറയുക. ധൈര്യം ഇല്ലാത്ത ഒരാളെ നമ്മൾ കവേർഡ് എന്നാണ് പറയാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു സ്വഭാവത്തിന് അദ്ദേഹം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണോ, കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണോ, എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണോ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം സ്വഭാവ വിശേഷണം എഴുതിക്കൊണ്ട്. പിന്നെ മൂപ്പര് ചെയ്തിട്ടുള്ള മേജറായ ആക്ഷൻസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ചാപ്റ്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ സെൽഫ്ലെസ്ലി ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ആ രോഗികളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇതിലുള്ള ഒരു മേജർ ആക്ഷനാണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, കറേജസ് ആണ്, ഹോണസ്റ്റി, കൈൻഡ്നെസ്, ലീഡർഷിപ്പ് എന്നൊക്കെ മറ്റേതിൽ തന്നെ കൊടുത്താൽ മതി. ഈ കഥയിൽ ഈ ക്യാരക്ടറിൻ്റെ ഒരു റോള് പ്രാധാന്യം കൊടുക്കാം. ഇനി ബാക്കിയുള്ള ക്യാരക്ടേഴ്സുമായിട്ടുള്ള ഇമ്പാക്റ്റ് ഓർ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയാം. ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പറയാം. ഈ ക്യാരക്ടർ എങ്ങനെ ഇത്ര മെമ്മറബിൾ ആവുന്നു, ഇതൊക്കെ ഓരോ സെൻറ്റൻസ് വെച്ച് മതി കേട്ടോ. പിന്നെ അവസാനം നമ്മുടെ ഒപ്പീനിയനും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശുഭം അവിടെ കൊണ്ട് തീർന്നു. നമുക്കിതാ ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെ വരും നോക്കാം. ഹസൻ ദ സെറാങ് ഓഫ് ദ ഷിപ്പ് റാണഗഞ്ചി ഈസ് എ ട്രൂ എക്സാമ്പിൾ ഓഫ് സെയിങ് ഹീറോസ് ആക്ട് സെൽഫ്ലെസ്ലി ആൻഡ് സൈലൻ്റ്ലി ഇൻ ദ മൊമെൻറ്റ് ഓഫ് ക്രൈസിസ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ എന്ന് ചൂണ്ടിയ ഒരു സാധനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാണ് പുള്ളിക്കാരൻ എന്നുള്ളത് പറഞ്ഞു കേട്ടോ. ദ സെറാങ് ഓഫ് ദ ഷിപ്പ് എന്നാണ് പറഞ്ഞു. പുള്ളിക്കാരൻ ആരാണെന്ന് പറഞ്ഞു. When smallpox breaks out on the ship, everyone panics, but Hassan remains calm and steps forward to help without any fear. പുള്ളിക്കാരൻ്റെ ചെയ്ത മേജർ ആക്ഷൻസ് ഞാൻ പറഞ്ഞില്ലേ, എന്താണ് അയാൾ മേജറായിട്ട് ചെയ്യുന്നത്, മേജർ ആക്ഷൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. He volunteers to nurse the infected men even though he knows disease is dangerous. ഇതൊക്കെ മേജർ ആക്ഷൻസ് ആട്ടോ, ഇതൊക്കെ മേജർ ആക്ഷൻസ് ആണ്. He works day and night, never complaining, and follows the doctor's instructions with full discipline and devotion. ഡിവോഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കംപ്ലീറ്റ്ലി ഒരാളായിട്ട് അങ്ങനെ ഒരു ഭയഭക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അയാൾ പറയുന്നതിനോട് കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആയിക്കൊണ്ടാണ്, ഫുള്ളി ഡിസിപ്ലിൻഡ് ആയിക്കൊണ്ടാണ് നമ്മുടെ സെറാങ് ഓഫ് റാണഗഞ്ചി അല്ലെങ്കിൽ ഹസൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്, ഇതിൽ ഒരുപാട് ക്യാരക്ടർ ക്വാളിറ്റീസും ഉണ്ട്. ക്യാരക്ടർ ട്രെയ്റ്റുകൾ അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. ഹസൻ ഷോസ് ഗ്രേറ്റ് കറേജ്. ഇതെന്താ, ഇതും ട്രെയ്റ്റ് ആണ് കേട്ടോ, ഇതും സ്വഭാവ വിശേഷണമാണ് അല്ലെങ്കിൽ ക്വാളിറ്റിയാണ്. When the situation becomes worse, while others try to avoid the sick, he stays close to them, comforts them and cleaning their wounds. Okay, he does all this quietly without expecting praise or reward. പുള്ളിക്കാരൻ എന്ത് പ്രതീക്ഷിച്ചിരുന്നില്ല, തിരിച്ചാരെങ്കിലും പുള്ളിക്കാരനെ ഇങ്ങനെ പൊക്കി പറയുമെന്നുള്ളതോ എന്തെങ്കിലും പാരിതോഷികമായിട്ട് കിട്ടുമെന്നോ റിവാർഡായിട്ട് കിട്ടുമെന്നുള്ളതോ പുള്ളിക്കാരൻ പ്രതീക്ഷിച്ചിട്ടില്ല.
His action saves many lives. In the end, he refuses any credit and remain humble. Humble ആകാന്ന് പറയുന്നതും ഒരു സ്വഭാവ വിശേഷണമാണ്. Showing that real heroism comes from the heart, not from desire for recognition. നമ്മൾ അറിയപ്പെടണം എന്നുള്ളോ ഫേമസ് ആവണം എന്നുള്ളോ മറ്റുള്ള ആളുകൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണം തിരിച്ചറിയണം എന്നുള്ള ഒരു കൊതിയൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ട്രൂ ഹീറോയിസം വരുന്നത് എന്നുള്ളത് ഈ ഒരു ക്യാരക്ടർ നമുക്ക് കാണിച്ചു തരുന്നു. Thus Hassan's bravery, selflessness, discipline and humility prove that he is a true hero. വീണ്ടും പുള്ളിക്കാരുടെ ക്യാരക്ടർ ക്വാളിറ്റി ആട്ടോ പറയുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ മെമ്മറബിൾ ആകുന്നത് എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. മെമ്മറബിൾ എന്ന് വെച്ചാൽ എന്താണ്, എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ട് കൂടുതൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ് മെമ്മറബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺ ഹു റൈസസ് സൈലൻ്റ്ലി ടു ഹെൽപ്പ് അതേഴ്സ് ഇൻ ദെയർ ഡാർക്കസ്റ്റ് മൊമെൻറ്റ്. അതായത് ഒരാൾ അവരുടെ ഏറ്റവും വൃത്തികെട്ട സ്റ്റേജിലൂടെ കടന്നു പോകുന്ന സമയത്തില്ലേ, വൺ ഹു റൈസസ്, അയാളാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ഹീറോ, ദ റിയൽ ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. ഇതിലുള്ള ഒന്നും വന്നില്ലെങ്കിലും അല്ലേ, ഇതിൽ പ്രധാനമായിട്ടും അല്ലേ നിങ്ങൾ പുള്ളിക്കാരൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ്, അതുപോലെ തന്നെ കഥയിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, പിന്നെ നിങ്ങളുടെ ഒരു കൺക്ലൂഷനും, ഇത്രയും കാര്യങ്ങൾ വന്നാൽ തന്നെയല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 95+ എന്താണ് ഇതിൻ്റെ ഒരു മാർക്ക് എന്തായാലും കിട്ടും. ഒരു 6 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 5 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് തന്നിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയി ചോദിക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ സെറാങ് ഓഫ് റാണഗഞ്ചിയിൽ നിന്ന് ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്.